ഇത് മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ മഞ്ഞുമലിൽ നിന്നല്ലാതെ പാലക്കാട് നിന്ന് പോയേക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സർവൈവൽ സ്റ്റോറി മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു പാർട്ട് 2 ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവരുടെ സ്റ്റോറി എന്ന് പറയുന്നത് ടോട്ടലി ഭയങ്കര എൻഗേജിങ് ആണ്. ഇത് വായിച്ചേക്കുന്ന ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ വായിച്ചേക്കുന്ന ആൾക്കാർ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്ര രസകരമായിരുന്നു ഇവർ ഈ കുറിപ്പ് എന്ന് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന പല രംഗങ്ങളും പല ഡയലോഗുകളും പല സീനുകൾ പോലും അത് ഇവരിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു സീനാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഞാൻ വായിച്ചിരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. വർഷം 2012 സെപ്റ്റംബർ മാസം 3-ാം തീയതി ഞാനും എൻ്റെ സുഹൃത്തുക്കളായ സജീറും അഫ്സലും കൂടി ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പോയത് ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അഫ്സലിൻ്റെ അന്നത്തെ പുതിയ കാറായ ബീറ്റിനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. മറ്റുള്ള സുഹൃത്തുക്കൾക്ക് തീരുമാനിച്ച ദിവസം വരാൻ സാധിക്കാതെ വന്നപ്പോൾ അതേ ഡേറ്റിന് ഞങ്ങൾ 3 പേരും കൂടി പുറപ്പെട്ടു. നാട്ടിൽ നിന്നും ഒരു ഉച്ചയോടെയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ആദ്യം ഇടുക്കിയിൽ ചെന്ന് ഡാം പരിസരമൊക്കെ കണ്ട് അന്ന് വൈകിട്ട് കട്ടപ്പന റൂം എടുത്ത് പിറ്റേന്ന് കമ്പം തേനി റൂട്ടിലെ കൃഷിയിടങ്ങളും മുന്തിരിത്തോട്ടവും ഒക്കെ കണ്ട് നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടു. ഏകദേശം ഉച്ചയോടെ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ കൊടൈക്കനാലിൻ്റെ ഭംഗികൾ ആസ്വദിച്ച് വരുന്ന കൂട്ടത്തിൽ പതിവ് പോലെ ഗുണ കേവിന് ഞങ്ങളെത്തി. മഞ്ഞ് മൂടി കിടക്കുന്ന ഡെവിൾസ് കിച്ചൺ എന്ന ഗുണ കേവ് പലതവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും ആ വർഷമാണ് യഥാർത്ഥ ഗുഹ ഞങ്ങൾ കണ്ടത്. പില്ലർ റോക്ക് എന്ന 2 പാറക്കൂട്ടത്തിൻ്റെ ഇടയിലെ വലിയ വലിയ തുരങ്കങ്ങളുള്ള ഗുഹ. അതിലേക്ക് ആളുകൾ വീഴാതിരിക്കാൻ ഇരുമ്പ് വേലി കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. പെട്ടെന്ന് ഇരുമ്പ് വേലിയുടെ അപ്പുറം 4 ചെറുപ്പക്കാർ നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്നേരം അത്യാവശ്യം നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ അപ്പുറത്ത് കിടന്നു? അവരുടെ കൂട്ടത്തിൽ ഒരുവൻ താഴെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അവിടെ ഒരു ഇരുമ്പ് വേലിയുടെ ഗ്യാപ്പുണ്ട്, അതിലൂടെ കയറിയെന്ന്. ഈ കാണുന്നതല്ല ഗുണ കേവ്, ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം. അവിടെയാണ് ഗുണ മൂവിയിലെ കമലഹാസനും നായികയും ഒക്കെ ഇറങ്ങിയ യഥാർത്ഥ സ്ഥലം. വരുന്നോ, ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു. പാലക്കാട്ട് നിന്ന് വന്ന ചെറുപ്പക്കാരായിരുന്നു അവർ. ഇതിനു മുൻപ് അവരിൽ ഒരാൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഇത് കേട്ട് സജീർ പറഞ്ഞു, വാടാ നമുക്ക് ഇറങ്ങാം. ഞാൻ പറഞ്ഞു, വേണ്ടടാ, ഫോറസ്റ്റുകാർ കണ്ടാൽ പണി കിട്ടും. ഇത്രയും സീൻ വായിച്ചേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഈ സിനിമയ്ക്കകത്തുള്ള സൗബിൻ പറയുന്ന ഡയലോഗ് പോലും സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമയ്ക്കകത്ത് വരുന്ന സൗബിൻ്റെ കഥാപാത്രം, കുട്ടേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അങ്ങനെ വിളിക്കുന്ന ആ കഥാപാത്രം പറയുന്ന സെയിം ഡയലോഗ് തന്നെയാണ് ഇവിടെ പോലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കി വായിച്ചു വെക്കാം. ഒടുവിൽ ആ പയ്യൻ പറഞ്ഞ ഗ്യാപ്പിലൂടെ ഞങ്ങൾ ഇരുമ്പ് വേലിയുടെ അപ്പുറം കടന്ന് അല്പം മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ ഭൂമി പിളർന്നതുപോലെ വലിയ വിടവ്, ഏകദേശം ഒരു 100 അടി താഴ്ച കാണും അതിന്. ഞാൻ നോക്കുമ്പോൾ താഴെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ വേരിലും പാറയിലും ചവിട്ടി ഓരോരുത്തരും ആ ഭാഗത്തു നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നു. എൻ്റെ കയ്യിൽ അഫ്സലിൻ്റെ ഒരു പിക്സൽ ക്യാമറ ഉണ്ടായിരുന്നു. ഇറങ്ങും മുൻപ് ഞാൻ 1-2 ഫോട്ടോകൾ എടുത്ത് ഒരു വിധത്തിൽ ഞാനും പാറക്കെട്ടുകളിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി. പാറ മൊത്തത്തിൽ ചെറിയ ചെടികളും അഴുക്കും പിടിച്ച് കരിക്കട്ട നിറത്തിലായിരുന്നു, നല്ല വഴുക്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ആദ്യത്തെ ഒരു ഭാഗത്ത് ഞങ്ങൾ ഇറങ്ങി. അവിടെയാണ് ഗുണ മൂവിയിലെ നായികയെ കമലഹാസൻ ആദ്യം കൊണ്ടുവരുന്നതും തീപ്പന്തമൊക്കെ കത്തിച്ച് വയ്ക്കുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തത്. ഞാൻ ചുറ്റുമൊന്ന് നോക്കി. വല്ലാതെ പേടിപ്പിക്കുന്ന അന്തരീക്ഷം, വെളിച്ചം കുറവാണ്. ഉള്ളിൽ വല്ലാത്ത ഭയം വന്നു നിറഞ്ഞു. മുകളിലേക്ക് നോക്കിയപ്പോൾ ഇനി ഇതെങ്ങനെ തിരിച്ചു കയറുമെന്ന് പടച്ചവനെ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സജീറിൻ്റെ വിളി വന്നു. ഡാ, നീ എന്തെടുക്കുക? ശരിക്കുള്ള സ്പോട്ട് ആയിട്ടില്ല. മറ്റവന്മാർ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി. വാ, നമുക്കും ഇറങ്ങാം. ഞാൻ പറഞ്ഞു, മതിയടാ, ഇനി ഇറങ്ങണ്ട, പേടിയാകുന്നു. പലരും മുൻപ് വീണ് മരിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അനസേ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു പോയാൽ ഒരു കുഴപ്പവുമില്ല, പേടിക്കാതെ പോര്. പാലക്കാട് നിന്ന് വന്നവരിൽ ഒരുവൻ എന്നെ നോക്കി പറഞ്ഞു. ചില പാതകളിൽ വലിപ്പമുള്ള ഒരുപാട് വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച അല്പം പേടിപ്പെടുത്തുന്നതായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്നപ്പോൾ പാറക്കെട്ടിൽ കാലുകൾ അപ്പുറവും ഇപ്പുറവും താങ്ങി നിർത്തി സജീർ എന്നോടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഇറങ്ങടാ, താഴെ വീഴണ്ട, അതുമല്ല ഫോട്ടോ എടുക്കാൻ കൈ നിറയെ ചെളിയാണ്. അങ്ങനെ ഞാൻ ചെളി പുരണ്ട കൈകൊണ്ട് അവൻ നിൽക്കുന്ന ഫോട്ടോ പകർത്തി. അങ്ങനെ ആ ഗുഹയുടെ വിടവിലൂടെ ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങി. അപ്പോൾ അതാ മുകളിലുള്ളതുപോലെ ഇരുമ്പ് വേലി അവിടെയും ഒരു ഭാഗത്ത് അടച്ചു വെച്ചിരിക്കുന്നു. അവന്മാരെല്ലാം അതിൽ കയറി അപ്പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. എനിക്ക് വയ്യ, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. അഫ്സലും സജീറും ധൈര്യം തന്നു. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ, ബാക്കി കൂടി കണ്ടിട്ട് തിരിച്ചു കയറാം. അഫ്സൽ പറഞ്ഞു നിർത്തി. അടുത്തത് ആ വേലി കടക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ റിസ്ക്. ഗുണ കേവ് കാണാൻ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാകും ആ ഇരുമ്പ് വേലിയുടെ മുകൾ ഭാഗം എങ്ങനെയാണെന്ന്. ഒരു കൂർത്ത കമ്പി മുകളിലേക്കും മറ്റൊരു കമ്പി വളഞ്ഞ രീതിയിലും, അത് കടന്ന് അപ്പുറം ചെല്ലുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. മൊബൈൽ ടോർച്ച് ഓണാക്കി എല്ലാവരും വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. വലിയ പാറക്കല്ലുകളും താഴെ ഇടയ്ക്കിടയ്ക്ക് വിള്ളൽ പോലെ ചെറിയ കുഴികളും, ശ്രദ്ധ തെറ്റിയാൽ അതിലേക്ക് എളുപ്പം താഴേക്ക് വീഴും. അതിനിടയിൽ വെട്ടം തീരെയില്ല. ഇടയ്ക്ക് കോടമഞ്ഞ് വന്ന് ഉള്ളിൽ പുകമറ സൃഷ്ടിച്ചു. കുറച്ച് മുൻപിൽ നിൽക്കുന്നവരെ പോലും വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പോരാത്തതിന് ഇരുട്ടും. അല്പനേരം എല്ലാവരും നിൽക്കുന്നയിടത്ത് തന്നെ അനങ്ങാതെ നിൽക്കാൻ മറ്റവന്മാരുടെ കൂട്ടത്തിലെ ആരോ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ഒരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ തന്നെ സംസാരിച്ചു നിന്നു. കോട പതിയെ മാറി. പരസ്പരം കാണാൻ പറ്റുന്ന അവസ്ഥയിലായി.
ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് നടക്കണം, ഒരുപാട് കുഴികളുണ്ട്. ഈ കമലഹാസനും ഷൂട്ടിംഗ് ടീം എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്തെന്ന് ഒരു നിമിഷം ആലോചിച്ച് പോയി. ഇത്രയും താഴേക്ക് ക്യാമറയും അഭിനേതാക്കളും യൂണിറ്റും ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒന്ന് കയ്യിലില്ലാതെ ഇറങ്ങാൻ ഇത്രയും പ്രയാസം. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസുമായി ഇറങ്ങി അവരെ സമ്മതിക്കണം. അങ്ങനെ ഒടുവിൽ വീണ്ടും നടന്ന് ഒരു വലിയ പാറ ചെരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ഞങ്ങളെത്തി. അവിടെയാണ് മെയിൻ ലൊക്കേഷൻ. കമലഹാസൻ കാലൊടിഞ്ഞ നായകയ്ക്ക് വേണ്ടി ഒരു വടി കെട്ടി വെക്കുന്നതും പ്രശസ്തമായ ആ ഗാനം പാടുന്നതുമെല്ലാം അവിടെയാണ്. നോക്കുമ്പോൾ പാലക്കാട് ടീമിൽ ഒരുവൻ ആ ഗുണയിലെ ഗാനം പാടി തുടങ്ങി. കൺമണി അൻപോടെ കാതലൻ ഞാൻ എഴുതും കടിതമേ. ആ പാറക്കെട്ടിൽ നിരവധി പേരുകൾ അങ്ങനെ കണ്ടു. മുൻപ് ഇറങ്ങിയവർ എഴുതി വെച്ചിരിക്കുന്ന പേരുകളായിരുന്നു അത്. ചിലതിൽ വർഷം വരെ എഴുതിയിരിക്കുന്നു. അതിൽ ഏറ്റവും പഴക്കം ചെന്ന വർഷം 1993 എന്നായിരുന്നു. ഒടുവിൽ ആ ഗുഹയുടെ അവസാന ഭാഗത്ത് ഞങ്ങളെത്തി. അതൊരു വി ആകൃതിയിൽ പുറത്തേക്ക് തുറക്കുന്ന വലിയ ജനൽ പോലെ ഒരു പുറംഭാഗം കാണാവുന്ന രീതിയിലായിരുന്നു. അതിൻ്റെ അറ്റത്തുനിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ആളുകളെ കാണാമായിരുന്നു. അതിൻ്റെ താഴെ കൊക്കയാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് കമലഹാസന്റെ ആ പ്രശസ്ത ഡയലോഗ് കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മനിതൻ ഉണർന്നത് കൊള്ള ഇത് മനിത കാതലല്ലേ, അതേം താണ്ടി പുനിതമാണത്. ഞങ്ങളുടെ ആ ശബ്ദം ഗുഹയ്ക്കകത്ത് എക്കോ പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോകൾ എടുത്ത് കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് തിരിച്ചു കയറാനായി ഞങ്ങൾ നടന്നു. പതിവ് പോലെ കുഴികളും ഇരുമ്പ് വേലികളും കടന്ന് മുകളിൽ കയറാനുള്ള മരത്തിൻ്റെ വേരിനടിയിൽ ഞങ്ങളെത്തി. അന്നേരം ആരൊക്കെയോ ചെറിയ കല്ലുകൾ പിറക്കി താഴോട്ട് എറിയുന്നു. ഒരു കല്ല് ആരുടെ ദേഹത്ത് കൊണ്ട് ഞങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കല്ലെറിയല്ലേ, താഴെ ആളുണ്ടേ. ഇതൊന്നും കേൾക്കാതെ അവിടെ സന്ദർശിക്കാൻ വന്നവരിൽ ആരൊക്കെയോ കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ മുകളിലേക്ക് വലിഞ്ഞു കയറി. ഷർട്ടിലും പാൻറ്റിലും കുറച്ച് ചെളിയായി. ഒടുവിൽ എങ്ങനെയൊക്കെയോ മുകളിലെത്തി. അപ്പോൾ അവിടെ നിന്ന് മറ്റാളുകൾ ഞങ്ങളെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെ നോക്കുന്നു. ഇവന്മാർ ഇത് എങ്ങനെ കയറി വരുന്നു എന്ന മട്ടിൽ. അങ്ങനെ നടന്ന് വിഷമിച്ച് റോഡ് ലക്ഷ്യമാക്കി നീങ്ങി. ഈ സമയം 2 ഫോറസ്റ്റുകാർ ഞങ്ങളുടെ മുൻപിൽ കൂടി കയ്യിൽ 2 വടിയുമായി ഓടിപ്പോകുന്നത് കണ്ടു. ഞങ്ങൾ റോഡിലെത്തി ഒരു കടയിൽ കയറി ചായ ഓർഡർ ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ആ കടക്കാരോട് ചോദിച്ചു, ഫോറസ്റ്റുകാർ എന്തിനാണ് വടിയുമായി ഓടിപ്പോയത്? അയാൾ പറഞ്ഞു, ഏതോ പയ്യന്മാർ ഗുഹയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആരോ ഫോറസ്റ്റുകാരോട് പറഞ്ഞത്രേ. കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂരിൽ നിന്ന് വന്ന 2 പയ്യന്മാർ അവിടെ വീണ മരിച്ചതാണെന്നും ആ കടക്കാരൻ അവരോട് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരു നിമിഷം പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നുപോയി. ആരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കയറാൻ പറ്റിയത് ഓർത്ത് സർവേശ്വരോട് നന്ദി പറഞ്ഞു. ഞങ്ങൾ കയറി വരുന്ന സമയത്താണ് ഫോറസ്റ്റുകാർ കണ്ടതെങ്കിൽ നല്ല പിഴയും കിട്ടിയാനെ. എന്തോ ഭാഗ്യം. പിന്നീട് നാട്ടിലെത്തി ഗുണ കേവിൽ ഇറങ്ങിയ കാര്യം സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞുമലിൽ നിന്ന് പോയ കുറച്ച് ചെറുപ്പക്കാർ ഗുണ കേവിൽ വീണ് അപകടം പറ്റിയിരുന്നെന്നും ഒരുപാട് പേർ അവിടെ അതുപോലെ വീണിട്ടുണ്ടെന്നുമൊക്കെയുള്ള കഥകൾ പലരിൽ നിന്നും കേൾക്കാനിടയായി. ഇപ്പോൾ ഈ സംഭവം സിനിമയായി വരുന്നു. നേരിൽ കാണുമ്പോൾ സിനിമയിലെ പോലെ അത്ര ഭംഗി വരില്ല, അത് വേറെ കാര്യം. ഇനി മഞ്ഞുമൽ ബോയ്സിലൂടെ ആ ഭംഗി 12 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായി കാത്തിരിക്കുന്നു. നന്ദി, അനസ് ഹസൻ. ഇത് പാലക്കാട് നിന്ന് പോയിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറയുന്ന ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് മഞ്ഞുമൽ ബോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗുകളാണെങ്കിലും പല സീനുകളാണെങ്കിലും ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന സീനുകളാണെന്ന് പറയുന്ന തരത്തിൽ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്റ്റോറിയാണ് ഞാനിപ്പോൾ വായിച്ചത്. ശരിക്കും മഞ്ഞുമൽ ബോയ്സ് കണ്ടേക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആ ഒരു എനർജീനെയാണ്. അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പോകുന്ന സമയത്തുള്ള അവരുടെ ആ ഒരു എക്സാജറേഷനും അവരുടെ ഇടയിലുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. പക്ഷേ സിനിമ പിന്നീട് കാണുന്ന സമയത്ത് ആ സിനിമയ്ക്കകത്ത് വരുന്ന ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടല്ലേ. ഒരാളെ രക്ഷിക്കാനായിട്ട് മറ്റൊരാൾക്കാർ ശ്രമിക്കുന്ന ആ 2 കൂട്ടം ആൾക്കാരുടെ ശ്രമങ്ങളും അവരുടെ ഇടയിൽ വരുന്ന ഇമോഷൻസും ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഡെപ്തൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ആ ഒരു സർവൈവൽ സ്റ്റോറി കാണുന്ന സമയത്ത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമുക്ക് ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ സിനിമ കാണുന്നതിൻ്റെ തലേ ദിവസം ഈ സിനിമ കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിനെയായിരുന്നു. വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഈ ഒരു സംഭവം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. മഞ്ഞുമൽ ബോയ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റോറി കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.